മലമ്പുഴ മണ്ഡലമാണ് അനലൈസ് ചെയ്യുന്നത്. മലമ്പുഴ മണ്ഡലം എന്ന് പറയുന്നത് 8 ലോക്കൽ ബോഡികളുള്ളതാണ്. 8 പഞ്ചായത്തുകൾ ചേരുന്നതാണ് മലമ്പുഴ മണ്ഡലം. മലമ്പുഴ മണ്ഡലത്തിലെ വോട്ട് നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് ഒരു കൺവിൻസിങ് 67,000 വോട്ട്, 40% ഉണ്ട് വോട്ട്, 40.5% UDFന് 48,000 വോട്ട്, 29%. BJP 45,500 വോട്ട്, 27%. അതേഴ്സ് 5,000 വോട്ടും ഉണ്ട്. മെമ്പർമാരെ നോക്കിയാൽ LDFന് 93 മെമ്പർമാരുള്ളപ്പോൾ UDFന് 39, NDAക്ക് 29 ഇത് നമുക്ക് മത്സരാർത്ഥികളെ ഒന്ന് നോക്കിയാൽ കോൺഗ്രസിന്റെ A സുരേഷ്, CPMന്റെ സിറ്റിംഗ് MLA ആണ് A പ്രഭാകരൻ, NDA C കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്. ഈ കോൺഗ്രസിന്റെ ഒഴികെ ബാക്കി 2 പേരും A പ്രഭാകരനും C കൃഷ്ണകുമാറും കഴിഞ്ഞ 2021 മത്സരിച്ചിരുന്നു. ഇപ്പൊ രണ്ടാമതാണ് C കൃഷ്ണകുമാർ, 50,000 വോട്ട് പിടിച്ചു, 75,000 മറ്റേ LDF ജയിപ്പിച്ചു. ഇതിൽ നോക്കുകയാണെങ്കിൽ വീണ്ടും LDFന്റെ ഒരു കോട്ട തന്നെയാണ്. 20,000 വോട്ട് ഇപ്പോഴും ഓൾറെഡി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ മുന്നിലാണ്. അപ്പൊ അങ്ങനെ തന്നെ കുറച്ച് വോട്ട് കുറഞ്ഞാലും ഒരു 60,000 വോട്ടേലും പിടിച്ച് LDF നിലനിർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ BJPയുടെ വോട്ട് ഇപ്പം എല്ലാ മണ്ഡലത്തിലും എല്ലാ വീട്ടിലും പറയുന്ന പോലെ ഒരു BJPയുടെ വോട്ട് എല്ലാ വാർഡിലും BJP സ്ഥാനാർത്ഥികളൊന്നും നല്ലതില്ല. അതുകൊണ്ട് ഒരു പലയിടത്തും 0 ആയിരിക്കും വോട്ട്, അല്ലെ ചെറിയ സ്ഥാനാർത്ഥികളിലായിരിക്കും. പക്ഷെ അത് മണ്ഡല അടിസ്ഥാനത്തിൽ വരുമ്പോൾ അവിടെ നല്ല 20-30 വോട്ടൊക്കെ കൂട്ടി മണ്ഡല അടിസ്ഥാനത്തിൽ 2,000-3,000 വോട്ട് എന്തായാലും എക്സ്ട്രാ ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു 50,000 അടുത്ത് വോട്ട് C കൃഷ്ണകുമാർ പിടിക്കുന്നത്. ഇതിനെക്കാട്ടി 5,000 വോട്ടോളം അദ്ദേഹത്തിന് കൂട്ടാൻ പറ്റും. സ്റ്റിൽ LDF ഭയങ്കര ഹെഡാണ്. അപ്പൊ ഈ മലമ്പുഴ മണ്ഡലം LDF നിലനിർത്തുന്നു. രണ്ടാമത് BJP വോട്ട് ഷെയർ കൂട്ടും, UDFും ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും. LDFന്റെ വോട്ട് കുറഞ്ഞാലും LDF നിലനിർത്തുമെന്നാണ് എൻ്റെ ഒരു അനാലിസിസ്.